Hi students, welcome to SF Academy. This is Femin. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന സിമ്പിൾ സ്ട്രാറ്റജി ആൻഡ് ടൈം ടേബിൾ ടു ക്വാളിഫൈ UGC നെറ്റ് ഇൻ ജസ്റ്റ് 13 days. എങ്ങനെ നമുക്ക് UGC നെറ്റ് ക്വാളിഫൈ ആവാൻ അതിന് വേണ്ടി വരുന്ന സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് സ്ട്രാറ്റജീസും അതിന് വേണ്ട ഒരു ടൈം ടേബിളും ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എങ്ങനെ UGC നെറ്റിന് പ്രിപ്പയർ ചെയ്യണം, എത്ര ടൈം പീരിയഡ് നമ്മൾ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമുക്കതിന് വേണ്ടിയുള്ള എഫേർട്ട് എത്രത്തോളം എടുക്കണം, ഏകദേശം ഒരു വർഷം വരെ ചെയ്യണോ, ഏത് കോച്ചിങ് സെൻറ്ററിൽ പോകണോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ റെഗുലറായിട്ട് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. അതിൽ ഏറ്റവും വരുന്നൊരു ചോദ്യം, ഒരു ഷോർട്ട് പീരിയഡിൽ നമ്മൾ മാക്സിമം എഫേർട്ട് എടുത്ത് നമ്മൾ പഠിക്കാൻ അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് ക്വാളിഫൈഡ് ആവാൻ കഴിയുമോ, എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. യെസ്, ഞാൻ പറയും യെസ്, വി ക്യാൻ, അല്ലെ ഐ ക്യാൻ, യു ഓൾസോ ക്യാൻ. നമ്മളെ കൊണ്ട് പറ്റും. നല്ലൊരു എഫേർട്ട് ഇട്ടിട്ട് ഉണ്ടെങ്കിൽ വളരെ ഷോർട്ട് പീരിയഡ് മതി ഒരു UGC നെറ്റ് ക്വാളിഫൈഡ് ആവാൻ. ഓക്കെ, ഇതിൽ നമ്മളിങ്ങനെ ഈ പ്രിപ്പയർ ചെയ്യാൻ പോവുകയെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് അതിനെ പോസിറ്റീവായി കാണുന്നവരും ഉണ്ടാവും, നെഗറ്റീവായിട്ട് കാണുന്നവരും ഉണ്ടാവും. ചില ആൾക്കാർ പറയും, ഓ UGC നെറ്റ് വീട്ടിലിരുന്ന് പ്രിപ്പയർ ചെയ്യേ, അത് നടക്കാത്തൊരു കാര്യമാണ്. കാരണം നെറ്റ് എന്ന് പറയുന്ന ഒരു കടലാണ്. അങ്ങനെ ഒരു വീട്ടിലിരുന്ന് പ്രിപ്പയർ ചെയ്താൽ മാത്രം ഒന്നും അത് കിട്ടില്ല. അത് റെഗുലറായി കോച്ചിങ് സെൻറ്ററിൽ പോകണം, അറ്റ്ലീസ്റ്റ് 1 year എങ്കിലും റെഗുലറായി ക്ലാസ് അറ്റൻഡ് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്കത് ക്വാളിഫൈഡ് ആവുകയുള്ളൂ. നിങ്ങൾ വെറുതെ ടൈം വെറുതെ വേസ്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ടാവും. ഞാനും കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേര് പറയുന്നത്. എന്നാൽ അതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും, മേ ബി പോസിബിൾ എന്ന് പറയുന്നവരും ഉണ്ടാവും. എന്നാൽ പക്ഷേ ഒരു 2%, 100% ലെസ് ദാൻ 5%, ജസ്റ്റ് ഒരു 2%, 1% ആൾക്കാർ പറയും കഴിയും, നീ ഒന്ന് ട്രൈ ചെയ്യ്, നീ എഫേർട്ട് ഇട്ട് നോക്ക്, നീ ഇടുന്ന എഫേർട്ട് നിനക്ക് റിസൾട്ട് കിട്ടും, അങ്ങനെ പറയുന്നവരും ഉണ്ടാവും. ഓക്കെ, നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ 2% അല്ലെങ്കിൽ ലെസ് ദാൻ 5% നമ്മളെ പോസിറ്റീവ് ആക്കി എൻകറേജ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ലേ, അവർ പറയുന്നത് മാത്രം നമ്മളെ മൈൻഡിൽ സെറ്റ് ചെയ്യാവൂ, ബാക്കിയെല്ലാം അവോയ്ഡ് ചെയ്യണം. കാരണം ഇവർ പറയുന്ന ഈ പോസിറ്റീവായിട്ട് പറയുന്ന ആ ഒരു കാര്യം മതി നമുക്ക് സെൽഫ് കോൺഫിഡൻസ് കൂടാം. നമുക്ക് സെൽഫ് കോൺഫിഡൻസ് കൂടിയാൽ തന്നെ നമുക്ക് സക്സസ്സിലേക്കുള്ള ദൂരം കുറയും. ഓക്കെ, അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയും എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ ആദ്യം വിശ്വസിക്കുന്നത്. അങ്ങനെ നമ്മളോട് പറയുന്നവരെയാണ് നമ്മുടെ കൂടെ നമ്മൾ വിശ്വസിച്ച് നിർത്തേണ്ടത്. ഓക്കെ, പിന്നെ നമ്മൾ ചെയ്യേണ്ട മെയിനായിട്ട് നമ്മളൊരു പ്രിപ്പറേഷൻ നടത്തുന്ന ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളെ കുറിച്ച് അവിടെ പറയുന്നത്. ഒന്ന് ഹാർഡ് വർക്ക്, സെക്കൻഡ് സെൽഫ് കോൺഫിഡൻസ്, പിന്നെ നമ്മൾ ചെയ്യുന്ന വർക്കിൽ നമ്മുടെ ഇൻട്രസ്റ്റ്. 3 കാര്യങ്ങളാണ്. ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് നമ്മൾ മാക്സിമം എഫേർട്ട് ഇടാൻ നമ്മൾ മെന്റലി പ്രിപ്പയർഡ് ആവണം. ഹാർഡ് വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ മാക്സിമം ആത്മാർത്ഥത കാണിക്കുക. നല്ല സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വെള്ളം ചേർക്കാതിരിക്കുക. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ മാക്സിമം എഫേർട്ട് ഇടുക, അതാണ് ഹാർഡ് വർക്ക്. പിന്നെ സെക്കൻഡ് കാര്യം നമുക്ക് വേണ്ട സെൽഫ് കോൺഫിഡൻസ്. നമ്മൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും, എന്നെ കൊണ്ട് കഴിയും, ഇത് എന്നെ കൊണ്ട് നേടാൻ പറ്റുന്ന ദൂരമേ ഉള്ളൂ, ഈ സക്സസ് എന്നെ കൊണ്ട് കഴിയും. നമ്മൾ ആ സക്സസ്സിലേക്കുള്ള ദൂരം വളരെ കുറവാണ്, ഞാൻ വിചാരിച്ചാൽ, ഞാൻ സ്റ്റഡി ചെയ്താൽ എന്നെ കൊണ്ട് പറ്റും എന്നുള്ള സെൽഫ് കോൺഫിഡൻസ് ആണ് ഇവിടെ നമുക്ക് വേണ്ടത്. ഈ 2 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ സക്സസിന്റെ പകുതി ദൂരം അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആവുക എന്നുള്ള നമ്മൾ ആ ഡ്രീമിന്റെ പകുതി ദൂരം നമ്മൾ പോയി കഴിഞ്ഞു. പിന്നെ ഇതിന്റെ കൂടെ വേണ്ടതാണ് നമ്മൾ ചെയ്യുന്ന വർക്ക് നമ്മൾ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് തന്നെ ചെയ്യണം. നമ്മൾ ആ വർക്കിനെ നമ്മൾ ഇഷ്ടപ്പെടണം. നമ്മൾ ഇഷ്ടത്തോടെ ഏത് കാര്യം ചെയ്താലും അത് പോസിറ്റീവായിട്ട് മാത്രമേ എൻഡ് ചെയ്യുള്ളൂ. ഇഷ്ടത്തോടെ ഏത് വർക്ക്, ജോബ് ആവട്ടെ, ഇത് ഈ പറയുന്ന നെറ്റിന് എക്സാമിന് പ്രിപ്പയർ ചെയ്യണാവട്ടെ, എന്തായാലും ഇഷ്ടപ്പെട്ട് ചെയ്യുക, കഷ്ടപ്പെട്ട് ചെയ്യരുത്. ഇഷ്ടപ്പെട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എൻഡ് റിസൾട്ടും എപ്പോഴും പോസിറ്റീവ് മാത്രമായിരിക്കും. ഓക്കെ, ഇതിൽ നമ്മുടെ സർ APJ അബ്ദുൽ കലാം സർ പറഞ്ഞൊരു പോയിന്റ് ആണ്, കോൺഫിഡൻസ് ആൻഡ് ഹാർഡ് വർക്ക് ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ ടു കിൽ ദ ഡിസീസസ് കോൾഡ് ഫെയിലിയർ. തോൽവിയെ നശിപ്പിക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ള 2 കാര്യങ്ങൾ, ഒന്ന് കോൺഫിഡൻസും ഒന്ന് ഹാർഡ് വർക്ക്. ഈ 2 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ തോൽക്കത്തില്ല, ഒരിക്കലും നമ്മൾ ഫെയിലിയർ ഫേസ് ചെയ്യില്ല, നമ്മൾ സക്സസ് ആയിക്കൊണ്ടേയിരിക്കും. നമ്മളുടെ സക്സസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ ഫെയിലിയറിനേക്കാളും മേലെയാവണം. അതായത് ഫെയിലിയറിനോടുള്ള പേടിനെ നമുക്ക് സക്സസ് ഉള്ള ഡ്രീം കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റണം. എനിക്ക് വിജയിക്കാൻ കഴിയണം, എന്നുള്ള എൻ്റെ ഡ്രീം ഉണ്ടല്ലോ, എനിക്ക് വിജയിക്കണം അല്ലെങ്കിൽ അത് നേടണം
എന്നുള്ള എൻ്റെ ഡ്രീം എൻ്റെ ഫെയിലിയർ എന്നുള്ള പേടിനെ ഇല്ലാതാക്കുക ചെയ്യേണ്ടത്. അപ്പോൾ സെൽഫ് കോൺഫിഡൻസും ഹാർഡ് വർക്കും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ആ ഡ്രീം നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും. ഓക്കെ, എപ്പോഴും ഡ്രീം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ജീവിക്കുള്ളൂ. നമ്മളെ ജീവിതത്തിൽ എന്നും സ്വപ്നങ്ങൾ വേണം, എങ്കിൽ മാത്രമേ ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി നമുക്ക് അധ്വാനിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ കോൺഫിഡൻസും ഹാർഡ് വർക്കും ആണ് ഏതൊരു വിജയത്തിൻ്റെ അടിസ്ഥാനപരമായിട്ട് വേണ്ട ഒരു കാര്യം. ഓക്കെ, ഇനി നമ്മൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ നമ്മൾ മൈൻഡിൽ വരേണ്ട 2 മെയിൻ പോയിന്റ്സ് ആണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ് ആണ് keep yourself away from all distractions. Second point, accept your distraction. First point നമ്മൾ പറയുമ്പോൾ നമ്മുടെ റൊട്ടീൻ ആയിട്ട് നോർമൽ ഇതിപ്പോൾ നമ്മൾ 13-day ചലഞ്ച് ആണ്. പക്ഷേ ഈ 13-day ചലഞ്ചിന് മുമ്പായിട്ട് നമ്മൾ ചെയ്തു വന്നിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. കുറേ ടൈം നമ്മൾ TV ഷോസ് കാണുന്നുണ്ടാവും, ചിലപ്പോൾ ഫ്രണ്ട്സുമായിട്ട് കുറേ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഔട്ടിങ്ങിന് പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ കുറേ ലെഷർ ട്രിപ്സ് ഉണ്ടാവുക, അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ റൊട്ടീനായി ചെയ്യുന്നുണ്ടാവും. അപ്പൊ നെസസറി അല്ലാത്ത കാര്യങ്ങൾ, ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഈ 30 ദിവസത്തിൽ നമ്മൾ ഒഴിവാക്കുക. നമുക്ക് അത്രയും അർജന്റ് ഇല്ല കാര്യങ്ങൾ, റൊട്ടീൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഈ 30 ദിവസത്തിൽ നമ്മൾ സ്റ്റഡിയുടെ പുറമെ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഡിസ്ട്രാക്ഷൻസ് എല്ലാം മാറ്റിവെച്ച് സ്റ്റഡിയിൽ മാത്രം ഫോക്കസ് ചെയ്യാം. നമ്മൾ ഈ പ്രിപ്പയർ ചെയ്യുന്ന നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ഈ സ്റ്റഡിയിൽ മാത്രം ഫോക്കസ് ചെയ്ത് മറ്റ് ഡിസ്ട്രാക്ഷൻസ് മൊത്തം അവോയ്ഡ് ചെയ്യുക. ജസ്റ്റ് ഫോർ 13 days, ഈ 30 ദിവസത്തിന് വേണ്ടിയിട്ട് നമ്മൾ അത് ഒഴിവാക്കുക. ഓക്കെ, ഇതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. സെക്കൻഡ് പറയുന്നത് ആക്സെപ്റ്റ് യുവർ ഡിസ്ട്രാക്ഷൻ. ചില ഡിസ്ട്രാക്ഷൻ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. ഇപ്പം ചില കാര്യങ്ങൾ നമ്മൾ ഒരു ജോബിന് പോകുന്ന ഒരാൾ ജോബിൻ്റെ കൂടെയാണ് ഈ നെറ്റ് എക്സാം പ്രിപ്പയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആൾക്ക് ഡെയിലി ജോബിന് പോകണം. ലൈക്ക് ഒരു 5 PM വരെ വർക്കിംഗ് അവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ അതിന് പോകണം, അല്ലെങ്കിൽ 4 PM വരെ ഉണ്ടെങ്കിൽ അതിന് പോകണം. അതിന് ശേഷമായിരിക്കും വന്നിട്ട് അയാൾ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. അപ്പം അതിനനുസരിച്ചിട്ട് നമ്മളെ ടൈമിങ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഈ ഇതിലൊരു ടൈം ടേബിൾ പറയുന്നുണ്ട്. പക്ക ആ ടൈം ടേബിൾ പോകാൻ പറ്റില്ലെങ്കിലും നമ്മളുടെ ഷെഡ്യൂൾ അനുസരിച്ചിട്ട് അതിന് ചെറിയ വേരിയേഷൻ കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ജോബല്ല, ഒരു ചെറിയ കുട്ടിയില്ല, ഒരു ബേബി ഇല്ല, ഒരു അമ്മയാണ് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ കാര്യങ്ങളും ഇതിൻ്റെ കൂട്ടത്തിൽ നടക്കണം. അതൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമല്ല. പഠിക്കണം എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ ആ കുട്ടിയുടെ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ പഠിക്കാനുള്ള സമയവും നമ്മൾ കണ്ടുപിടിക്കണം. രണ്ടിനും ഒരേപോലെ ടൈം അലോക്കേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യം. അപ്പോൾ ആ ഡിസ്ട്രാക്ഷൻസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മളെ ടൈം ടേബിൾ അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഈ 2 കാര്യങ്ങളാണ് നമ്മളൊരു ഈ നെറ്റ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ ഫസ്റ്റ് ഫോക്കസ് ചെയ്യേണ്ട 2 കാര്യങ്ങൾ. ഓക്കെ, ഇനി നമ്മളുടെ ടൈം എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കുക. ടോട്ടൽ ഒരു ഡേനെ നമുക്ക് 3 സെറ്റ് ആക്കി മാറ്റുക. ഡിവൈഡ് യുവർ ഡേ ഇൻറ്റു 3 സെറ്റ്സ്, 8 hours, 7 hours, 9 hours. 8 hours for sleeping, 7 hours for routine work, 9 hours for steady routine. ഓക്കെ, 8 hours സ്ലീപ്പിംഗ് എന്നുള്ളത് കമ്പൽസറി ആണ്. ഡെയിലി നമ്മൾ അറ്റ്ലീസ്റ്റ് 8 hours എങ്കിലും ഉറങ്ങിയിരിക്കണം. അത് നമ്മൾ ഒരിക്കലും പഠിക്കാനുണ്ട് അല്ലെങ്കിൽ ടൈം കുറവാണ് അല്ലെങ്കിൽ ഡേയ്സ് കുറവാണ് അതുകൊണ്ട് കൂടുതൽ ടൈം ഉറങ്ങാതിരുന്ന് പഠിക്കുക, അത് ചെയ്തത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റും കിട്ടാൻ പോണില്ല. എന്നാൽ 8 hours ഉറങ്ങിയത് കൊണ്ട് നമുക്ക് സ്റ്റഡീസിന് ബെനിഫിറ്റ് ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്. എന്തൊക്കെയാണ്? നമ്മളെ മെമ്മറി ലെവൽ കൂടും, ഇംപ്രൂവ് ചെയ്യാൻ കഴിയും. അതേപോലെ നമുക്ക് നല്ല പോസിറ്റീവ് മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും, നമ്മളെ പെർഫോമൻസ് ബെറ്റർ ആക്കാൻ കഴിയും, പ്രൊഡക്ടിവിറ്റി കൂടും, ഇമ്മ്യൂണിറ്റി പവർ കൂടും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചും കൂടി ഫ്രഷ് ആവും. അതിന് വേണ്ടിയിട്ട് ഉറക്കം എന്നുള്ളത് വളരെ വേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ 8 hours കമ്പൽസറി ആയിട്ട് ഡെയിലി നമ്മൾ ഉറങ്ങിയിരിക്കണം. സെക്കൻഡ് പറയുന്നത് 7 hours. 7 hours നമ്മളുടെ റൊട്ടീൻ വർക്കിന് വേണ്ടിയിട്ടാണ്. ഡെയിലി നമ്മൾ ചെയ്യുന്ന ഡെയിലി റൊട്ടീൻസ് ഉണ്ടാവില്ലേ, ലൈക്ക് ഈറ്റിംഗ്, ബാത്തിങ്, അല്ലെങ്കിൽ കുറച്ച് ഫോൺ കോൾസ് ഡെയിലി ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയല്ല, നമ്മളുടെ ഡെയിലി റൊട്ടീൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും കൂടി വരുന്നതാണ് 7 hours. ജസ്റ്റ് റിഫ്രഷ്മെന്റിന് വേണ്ടി ഇരിക്കുന്നത് അങ്ങനത്തെ കാര്യം. ഈ 7 hours പറയുന്നത് കണ്ടിന്യൂസ് 7 hours അല്ല. ഇപ്പോൾ രാവിലെ മോർണിംഗ്, ലഞ്ച്, രാത്രിക്ക് വരുന്ന ഡിന്നർ, എല്ലാത്തും കൂടി കൂടിയിട്ട് 7 hours നമ്മൾ റൊട്ടീൻ ആക്ടിവിറ്റീസിക്ക് വേണ്ടി അലോക്കേറ്റ് ചെയ്യണം. ലാസ്റ്റ് 9 hours ആണ് സ്റ്റഡി ടൈം പറയുന്നത്, സ്റ്റഡി റൊട്ടീനിൽ പറയുന്നത്. 9 hours എങ്കിലും നമ്മൾ ഈ പ്രിപ്പറേഷന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇനി ഈ 9 hours വീണ്ടും നമ്മൾ 2 സെറ്റ് ആക്കി മാറ്റിയാണ്. 4 hours ഫോർ പേപ്പർ 1, 5 hours ഫോർ പേപ്പർ 2. ഓക്കെ, നമുക്കറിയാം 2 പേപ്പേഴ്സ് ആണ് നെറ്റ് എക്സാമിനുള്ളത്. പേപ്പർ 1 ജനറൽ പേപ്പറും സെക്കൻഡ് പേപ്പർ 2 അറിയുന്നത് നമ്മുടെ സബ്ജക്ട് പേപ്പേഴ്സും ആണ് എന്നുള്ളത്. പേപ്പർ 1 100 മാർക്സും പേപ്പർ 2 200 മാർക്സും ആണ് ഉള്ളത്. അപ്പോൾ നമ്മൾ 4 hours പേപ്പർ 1നും
5 hours പേപ്പർ 2-നുമായിട്ട് അലോക്കേറ്റ് ചെയ്യണം. ഓക്കെ, ഇനി പേപ്പർ 1-ന് വേണ്ടി വീണ്ടും ആ 4 hours നമ്മൾ ഡിവൈഡ് ചെയ്യാൻ 2 hours റിവിഷനും 2 hours പാസ്റ്റ് പേപ്പർ സോൾവിങ്. ഈ റിവിഷനിൽ നമ്മൾ 2 hours പറയുമ്പോൾ ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് ഒരേ സബ്ജക്റ്റിന് 2 മണിക്കൂർ സ്റ്റഡി ചെയ്യാൻ നിൽക്കരുത്. അത് ബോറിംഗ് ആയി പോകും. നമുക്ക് പെട്ടെന്ന് പഠിച്ചതെല്ലാം ക്യാച്ച് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എപ്പോഴും നമുക്ക് അതിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് മെത്തഡോളജി, റീസണിങ്, അങ്ങനെ പറഞ്ഞ ഒരുപാട് സബ്ജക്റ്റ് അല്ല, ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. അപ്പോൾ എപ്പോഴും തിയറി കണ്ടന്റും പ്രോബ്ലം കണ്ടന്റും മിക്സ് ചെയ്തിട്ട് വേണം പഠിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹാഫ് ആൻ അവർ നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിൽ ഹാഫ് ആൻ അവർ റീസണിങ് എടുക്കുക, പിന്നെ ഒരു ഹാഫ് ആൻ അവർ റിസർച്ച് മെത്തഡോളജി, അങ്ങനെ പിന്നെ ഒരു ഹാഫ് ആൻ അവർ ഡാറ്റ ഇന്റർപ്രിറ്റേഷൻ, അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് അത്രയും ബോറിംഗ് ആവില്ല. രണ്ടും നമ്മളെ മൈൻഡ് കുറച്ചും കൂടി റിഫ്രഷ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഒരിക്കലും കണ്ടിന്യൂസ് ഒരേ ടോപ്പിക്കിൽ ഇരിക്കരുത്. നെക്സ്റ്റ് പറയുന്ന പാസ്റ്റ് പേപ്പർ സോൾവിങ് പറയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 hours ഇരിക്കേണ്ടത്. നമ്മൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് അത് സോൾവ് ചെയ്യാം. നമുക്കറിയാം വർഷത്തിൽ 2 പ്രാവശ്യമാണ് നെറ്റ് എക്സാമിൽ, ജൂണിലും ഡിസംബറിലും. അപ്പോൾ ഇയർലി തന്നെ 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് കിട്ടും. അങ്ങനെ അറ്റ്ലീസ്റ്റ് ഒരു 5 to 10 years എടുത്താൽ തന്നെ 10 to 20 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഡെയിലി 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എങ്കിലും നമ്മൾ ചെയ്തിരിക്കണം. ഡെയിലി 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇപ്പോൾ പേപ്പർ 1 ചെയ്യാൻ ഒരു പേപ്പറിൽ 100 ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ ഡെയിലി 200 ക്വസ്റ്റ്യൻസ് എങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ, ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, നമ്മളൊരു പേപ്പർ എടുക്കുക, എന്നിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിയിട്ട് നമ്മൾ ആൻസർ കീ ഇല്ലാതെ ആൻസർ ചെയ്യുക. ഫസ്റ്റ് ആൻസർ കീ ഇല്ലാതെ ആൻസർ ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിലെ ആൻസർ കീയും ഒറിജിനൽ ആൻസർ കീയും തമ്മിൽ അനലൈസ് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിൽ റോങ് ആൻസേഴ്സ് ഉണ്ടാവും, ഒരുപാട് റോങ് ആൻസേഴ്സ് ഉണ്ടാവും സ്റ്റാർട്ടിങ് ടൈമിൽ. അപ്പോൾ ഈ റോങ് ആൻസേഴ്സിൻ്റെ അവിടെ ഒറിജിനൽ കറക്റ്റ് ആൻസർ എന്താ വെച്ചാൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് വീണ്ടും ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ എഴുതിയ ആൻസർ പേപ്പറും കൂടി എടുത്ത് കമ്പയർ ചെയ്യുക. അപ്പം നമ്മൾ എന്ത് തെറ്റാണോ വരുത്തിയതെന്നും അവിടെ എന്താണോ കറക്റ്റ് ആൻസർ എന്നുള്ളതും നമുക്ക് അപ്പോൾ മനസ്സിലാവും. ഇങ്ങനെ ചെയ്യുന്നതിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ആ വന്ന തെറ്റെന്താന്ന് നമ്മൾ ക്വസ്റ്റ്യനോട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളെ മൈൻഡിൽ പെട്ടെന്ന് കയറും. നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീയും ഒറിജിനൽ എടുത്ത് വെറുതെ അത് വായിച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്രക്ക് സ്ട്രൈക്ക് ചെയ്യില്ല. ഇങ്ങനെ നമ്മൾ ചെയ്തതിന് ശേഷം നമ്മൾ ആ തെറ്റ് തിരുത്തുകയാണെങ്കിൽ നമുക്ക് സ്ട്രൈക്ക് ചെയ്യും, നമ്മളത് മറന്നു പോവില്ല, പിന്നീട് പെട്ടെന്ന് മെമ്മറൈസ് ചെയ്യാൻ കഴിയും. ഇതാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പഠിക്കാൻ എളുപ്പത്തിനുള്ളത്. ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു 10 to 20 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമ്മൾ ഈ 1 monthന്റെ ഉള്ളിൽ ചെയ്താൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരുപാട് ഏരിയാസ് നമ്മൾ കവർ ചെയ്യും. അതേപോലെ തന്നെ ഇങ്ങനെ ചെയ്യുന്ന വേറൊരു ഗുണം എന്താ വെച്ചാൽ, റിപ്പീറ്റേറ്റീവ് ആയിട്ട് ഏത് ഏരിയ എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്നും ഏത് പാറ്റേണിലാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്നും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് നമ്മുടെ എക്സാമിനെ കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ പറ്റും. ഇതേപോലെ തന്നെ പേപ്പർ 2-ലും ചെയ്യേണ്ടത് 3 hours റിവിഷൻ ടൈമും 2 hours പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിങ് ടൈമും ചെയ്യുക. ഈ 3 hours നമുക്ക് 10 ടോപ്പിക്സ് ആണ് പേപ്പർ 2-ലും ഉള്ളത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരേ ടോപ്പിക്കിൽ സ്റ്റിക്ക് ഓൺ ചെയ്യരുത്. ടോപ്പിക്സ് ചേഞ്ച് ചെയ്തിട്ട് വേണം പഠിക്കാൻ. ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യുന്നതും പേപ്പർ 1-ന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ അറ്റ്ലീസ്റ്റ് 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എങ്കിലും ഡെയിലി ആൻസർ ചെയ്തിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ കണ്ടന്റ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുമ്പോഴും ഒരുപാട് ഇൻഫോർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ നോർമൽ റിവിഷൻ ചെയ്യുന്നതിനെക്കാട്ടിൽ കൂടുതൽ ഒരുപക്ഷെ കിട്ടും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യുന്ന ടൈമിൽ. ഓക്കെ, അപ്പോൾ ടൈം ടേബിളും അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതൊക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എപ്പോഴും ഹാർഡ് വർക്കിൻ്റെ കൂടെ നമുക്ക് സ്മാർട്ട് വർക്കും കൂടി വേണം. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഞാൻ നെറ്റ് ക്വാളിഫൈ ചെയ്യുന്ന ടൈമിൽ ഈ ടൈം ടേബിൾ, ഈ മെത്തേഡ്സ്, സ്ട്രാറ്റജീസ് ഒക്കെ തന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയൊരു വേരിയേഷൻ വന്നിരുന്ന് പറയുന്നത്, സ്റ്റഡി ടൈമിൽ 9 hours എനിക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. കാരണം എനിക്കൊരു ചെറിയ ബേബി ഉണ്ടായിരുന്നു, 1.5 years അവനക്ക് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 9 hours കണ്ടിന്യൂസോ അല്ലെങ്കിൽ 9 hours ഡെയിലി സ്റ്റഡി ടൈം ആയിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റില്ല. ഞാൻ ഓൾമോസ്റ്റ് 3.5 to 4 hours ആണ് ഡെയിലി സ്റ്റഡി ടൈം ആയി കൊടുത്തിരുന്നത്. പക്ഷേ ഞാൻ 13 ഡേയ്സിലല്ല ഞാൻ ചെയ്തത്, 1.5 to 2 months ആണ് ഞാൻ എടുത്തത്. 13 days എന്നുള്ള ചലഞ്ചിൽ ഞാൻ 1.5 to 2 months എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഡെയിലി ഒരു 4 hours വരെ ഡെയിലി ഞാൻ സ്റ്റഡി ടൈം കൊടുത്തിട്ട് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ നെറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു 1 month റെഗുലർ ആയിട്ട് ഈ ഒരു ടൈം ടേബിളിൽ വെച്ച് പോവുകയാണെങ്കിൽ ഏതൊരു വ്യക്തിക്കും സിമ്പിൾ ആയിട്ട് തന്നെ UGC നെറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്.
ഓക്കെ, ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്, ലൈക്ക് അടിക്കുക. അതേപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന് കൊടുക്കുക, നോട്ടിഫിക്കേഷൻ വരാൻ. ഈ തുടർന്ന് UGC നെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓരോ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള ട്രിക്സും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള വീഡിയോസൊക്കെ. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.